Hello my dear students, welcome back to the new class. Hope that you are safe at your home. Okay, so let's start. In the previous class we have discussed about naming of different hydrocarbons with the functional group, isn't it? So let me ask some questions. I'll give some examples, you have to answer. What is the name of this compound? Yes, there are 1, 2, 3, 4, 5. 5 carbon. So we will take the word root. Yes, what is? Pent. So the name is pentane, isn't it? Okay. Then what is the name of this compound? Yes, it is, there is a functional group, OH. The word root for OH is ol. We will add ol as suffix. Then 1, 2, 3, 4. 4 carbons are there. So we will take method proper bute. Bute. Butanol. The name will be butanol. Then my next question is that if this is the compound, how can you name this? Here also there are 1, 2, 3, 4, 5. 5 carbons are there, but the structure is different, isn't it? Molecular formula is same. Here the molecular formula is C5, 5, 7, 8, 9, 12. H12. Here also C5 and H12. Molecular formula same, but the structure is different. So they are called structural isomers that we have already discussed. Then how can we name this compound? Any compound in a pair? Yes, we have to name this branch also. This is a branch. There is a branch. Branch in alkyl എന്നാണ് പേര് കൊടുക്കുക. ഒരു കാർബൺ ഉള്ളതാണെങ്കിൽ ആൽക്കൈലിന് അതിൻ്റേതായ പേര് കൊടുക്കും. ഹൗ? ആൽക്കൈൽ എന്നാണ് പേര് കൊടുക്കുക. ആൽക്കൈൽ റാഡിക്കലാണ് ഓരോ ബ്രാഞ്ചിനും ആൽക്കൈൽ എന്നാണ് പേര് കൊടുക്കുക. ഈ ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ ജനറൽ നെയിം. ഇപ്പോൾ ഇവിടെ ഈ ബ്രാഞ്ചിൽ ആകെ ഒരു കാർബൺ ഉള്ളൂ. സോ വി വിൽ ഗിവ് മീത്തൈൽ. മീത്തൈൻ അല്ല, മീത്തൈൽ, YL. Methane alla, YNE alla, methyl group. So if there is 2 carbon in the branch, the name of the branch will be ethyl. For example, if the branch is like this, which is attached to a long chain. So ഇതാണ് ബ്രാഞ്ച് എങ്കിൽ ഇപ്പോൾ ഇവിടെ ബ്രാഞ്ചിൽ ആകെ ഒരു CH3 ഉള്ളൂ. അതിൻ്റെ സ്ഥാനത്ത് 2 കാർബണുള്ളൊരു ബ്രാഞ്ചാണ് ഒരു ലോങ് ചെയിനിൽ അറ്റാച്ച് ചെയ്തതെങ്കിൽ we will give the branch name ethyl. So we will name methyl. ബ്രാഞ്ചിന് നെയിം നൽകുമ്പോൾ അതിന് പൊസിഷനും കൂടി കൊടുക്കണം. ഹിയർ ഏത് കാർബണിലാണ് ഈ മീഥൈൽ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? Yes, it is attached to second carbon. So the position is 2. So we will give 2. We will give a hyphen after a numerical. Okay? ഒരു ന്യൂമറിക്കൽ ഒരു നമ്പർ കൊടുത്താൽ അതിൻ്റെ അപ്പുറം
പിന്നെ ഒരു വേർഡാണ് വരുന്നതെങ്കിൽ ആ നമ്പറിൻ്റെയും വേർഡിൻ്റെ ഇടയിൽ ഒരു ഹൈഫൺ ഉണ്ടാവണം. എന്ത് ഈ ഹൈഡ്രോ കാർബൺസിൻ്റെ നെയിമിങ്ങിൽ, നോമൻക്ലേച്ചറിൽ. സോ വി വിൽ ഗീവ് ഹൈഫൺ. ദെൻ ഇറ്റ് ഈസ് ഏതാണ് ബ്രാഞ്ച്? യെസ്, മീത്തൈൽ. സോ വി വിൽ നെയിം ദ ബ്രാഞ്ച് നെയിം 2-methyl. ദെൻ ദ ലോങ് ചെയിൻ. ലോങ് ചെയിൻ ഏതാണ്? ഇതാണല്ലേ ലോങ് ചെയിൻ അല്ലേ? അതിൻ്റെ പേരെന്താ? 1 2 3 4 carbon. So it is butane. Okay, this is how a branched compound is named. In this case, if the branch is here, how we can name this compound? If the branch is here, how we can name? Do you write here 3? ഇവിടെ 3 എന്നിടോ? No, we can't do that. Why? എന്തുകൊണ്ട് 3 എഴുതിക്കൂടാ? നമ്മൾ പറഞ്ഞു പേരിടുമ്പോൾ നെയിമിങ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ലോങ് ചെയിൻ തിരഞ്ഞെടുക്കണം. ഇതിൽ ലോങ് ചെയിൻ ഇതല്ലേ? നമുക്ക് ഇങ്ങനെയും തിരഞ്ഞെടുക്കാം. ലോങ് ചെയിൻ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം, ഏതെങ്കിലും ഒരു ലോങ് ചെയിൻ എടുക്കുക. ലോങ് ചെയിൻ തിരഞ്ഞെടുത്ത് ഇതാണ് ലോങ് ചെയിൻ. ഈ ലോങ് ചെയിനിൽ എത്രാമത്തേതിലാണ് ബ്രാഞ്ച് എന്ന് നോക്കാം. ഇവിടുന്ന് എണ്ണുമ്പോൾ 1 2 3 മൂന്നാമത്തേതിലാണ്. ഇവിടുന്ന് എണ്ണുമ്പോൾ 1 2 സെക്കൻഡ് കാർബണിലാണ്. സോ വി വിൽ ടേക്ക് ദ ലെസ് നമ്പർ, ചെറുത് നമ്മൾ എടുക്കും. അപ്പോൾ ഇങ്ങനെ നെയിം ചെയ്യുകയാണെങ്കിൽ എന്താ അതിന് വരിക? ഏത് കാർബണിലാണ്? 2 ആണ്. അപ്പോൾ 2-methyl butane. ഓക്കെ, സോ ഇവിടെ ആയാലും പേര് ഒന്ന് തന്നെയാണ്, കോമ്പൗണ്ട് ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇഫ് ദ കോമ്പൗണ്ട് ഈസ് this, the name will be branch ഏതിലാണ് വന്നത്? 1 2 3 4 ഫോർത്ത് കാർബണിലാണ്. ഇവിടുന്ന് എണ്ണുമ്പോൾ സെക്കൻഡ് കാർബൺ. അപ്പോൾ സോ വി വിൽ ടേക്ക് സെക്കൻഡ് 2-methyl. ദെൻ ഏതാ? 1 2 ലോങ് ചെയിൻ ഏതാ? 1 2 3 4 5. നെയിം വിൽ ബി pentane. Then I am changing the branch to here. What happened? The name will change. How? Let's count it. 1 2 3. ഇവിടുന്ന് എണ്ണുമ്പോൾ മൂന്നാമത്തെ കാർബണിൽ, ഇവിടുന്ന് എണ്ണുമ്പോൾ 1 2 3 മൂന്നാണ്. രണ്ട് ഭാഗത്തു നിന്ന് എണ്ണുമ്പോഴും മൂന്നാണ്. സോ വി വിൽ ടേക്ക് 3 മീത്തൈൽ തന്നെയാണ് അല്ലേ? മീത്തൈൽ ലോങ് ചെയിൻ 1 2 3 4 5 പെൻഡൈൽ തന്നെയാണ്. സോ ദ നെയിം ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, ബട്ട് ദ മോളിക്കുലർ ഫോർമുല ഈസ് സെയിം. ഇങ്ങനെ സെയിം മോളിക്കുലർ ഫോർമുലയും പക്ഷേ ഡിഫറെൻറ്റ് സ്ട്രക്ചർ, അതായത് ബ്രാഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള ഡിഫറെൻറ്റ് സ്ട്രക്ചർ വരികയാണെങ്കിൽ അത് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ hydrocarbons with the branch named. Then butanol. Then I will change the compound like this. How can you name this compound? Yes, the OH is changed to second position. From here it is second position 1 2. From here it is in the third position 1 2 3. Third carbonലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. So we will take second. So we should also give name to the functional group. So in the case of OH, alcohol, we will add suffix, isn't it? Yes, suffix. So the number also given as suffix, not as prefix. ഇവിടെ ബ്രാഞ്ചിന് പ്രിഫിക്സ് ആണ് കൊടുത്തത്. നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ കേസിൽ മാത്രമേ പ്രിഫിക്സ് കൊടുക്കുന്നുള്ളൂ. ഒന്ന് ബ്രാഞ്ചിൻ്റെ കേസിലും പ്രിഫിക്സ് കൊടുത്തു. പിന്നെ ഏതാണ് ആ ടേബിൾ എടുത്ത് നോക്കിക്കേ, ഇൻ പേജ് നമ്പർ 68. യെസ്, ഹാലോ ആൽക്കെയിൻ, ക്ലോറൈഡും ബ്രോമൈഡും ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് നമ്മൾ പ്രിഫിക്സ് കൊടുക്കുക. ബാക്കിയുള്ള എല്ലാത്തിനും സഫിക്സ് ആണ്. സോ നമ്പർ ഓൾസോ ഗിവ് ഇൻ ദി സഫിക്സ്.
So first long chain ഏതാ നോക്കണം. 1 2 3 4. 4 which is butane. ബ്യൂട്ടേൻ്റെ ഈ കളഞ്ഞിട്ട് ആണ് നമ്മൾ ഓൾ ചേർക്കണം. ഈ ഓൾ ചേർക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ നമ്പർ ആഡ് ചെയ്യുക. സോ വി വിൽ ഗിവൻ ഹൈഫൻ. ഏത് പൊസിഷനിലാണ് ഓൾസ് ഉള്ളത്? സെക്കൻഡ്. ടു ഓൾ, ബ്യൂട്ടൻ ടു ഓൾ. ഇതിനെ നമുക്ക് എന്തും കൂടി എങ്ങനെയും കൂടി നെയിം ചെയ്യാം. ബ്യൂട്ടൻ 1 ഓൾ, ഇങ്ങനെ ഇതിനെ നെയിം ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതും ബ്യൂട്ടനോൾ എഴുതുന്നതും സെയിം ആണ്, ഒന്നായതുകൊണ്ട്. ഹിയർ ഇറ്റ് ഈസ് 2. ഓക്കെ, ദിസ് ഇസ് ഹൗ നെയിമിംഗ് ഓഫ് ആൽക്കഹോൾ ഈസ് ഡൺ. ദെൻ ഇതുപോലെ മറ്റുള്ളതിൻ്റെയും നമ്പർ കൊടുത്തിട്ടാണ് നെയിമിംഗ് ചെയ്യുക. ദിസ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇറ്റ് ഈസ് ആൻ അഡീഷണൽ ഇൻഫോർമേഷൻ. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ദ ഹയർ സ്റ്റഡീസ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. നെക്സ്റ്റ് let's discuss about the reactions of hydrocarbons. Okay, reactions of hydrocarbons. First reaction, I will explain it with an example. Which is the compound? Yes, it is ethane, isn't it? It is ethane. Can I add one more hydrogen to this carbon or to this carbon? Is it possible? No, it is not possible. Why? എനിക്കിതിലോട്ട് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ ബാലൻസിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് ആവും അല്ലേ? ബാലൻസിനേക്കാൾ കൂടുതൽ ഇതിന് ഇത് വന്നു. അപ്പോൾ സാധ്യമല്ല അല്ലേ? അതിൻ്റെ ബാലൻസ് അനുസരിച്ച് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റുള്ള ആറ്റത്തിനായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിയർ കംസ് 1 2 3 4 5. ബാലൻസ് 4 ആണ്, പക്ഷെ ഇവിടെ 5 ബോണ്ട് വന്നു. അപ്പോൾ അത് സാധ്യമല്ല അല്ലേ? സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ വി കാൺട്ട് ആഡ് an atom to this compound. Okay, then what will we do when during a reaction? ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യുക? ആറ്റംസ് ഒക്കെ കൈമാറിയിട്ട് ഇലക്ട്രോൺസ് ഒക്കെ കൈമാറിയിട്ടാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്, ആൽക്കെയിൻസ് ആണ്. ആൽക്കെയിൻസിന് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ജനറലി ആൽക്കെയിൻസ് ആർ unreactive, fairly unreactive and are inert in the presence of most reagents. പല റിയേജൻസിൻ്റെ കൂടെയും ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് അതായത് ആൽക്കെയിൻസ് അൺറിയാക്റ്റീവ് ആണ്, റിയാക്റ്റ് ചെയ്യില്ല. കാരണം ഇതിലോട്ടൊന്നും ആഡ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇറ്റ് ഈസ് unreactive. But in the presence of sunlight we can add some atoms to these compounds. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നമുക്കിതിലോട്ട് കുറച്ച് ആറ്റംസ് ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ നമുക്ക് ഈ ഹൈഡ്രോകാർബണിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ആഡ് ചെയ്യാം? യെസ്, ഇറ്റ് വിൽ ആഡഡ് ബൈ റീപ്ലേസിങ് 1 ഹൈഡ്രജൻ. ഒരാളെ ഇറക്കിയിട്ട് വേറൊരാൾ കയറും. ഹൈഡ്രജൻ ഇറക്കിയിട്ട് ആര് കയറും? സപ്പോസ് ഇറ്റ് ഈസ് ക്ലോറിൻ കയറും. ഒരാളെ ഇറക്കിയിട്ടേ പിന്നെ കയറാൻ പറ്റുള്ളൂ. എക്സ്ട്രാ ഉള്ള ആൾക്കാർ ഒന്ന് എക്സ്ട്രാ ഒരാൾക്ക് കയറാൻ പറ്റില്ല. ഉള്ള ഒരാളെ ഇറക്കിയിട്ട് ബാക്കി ഒരാൾക്ക് കയറും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. വാട്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ്. നിങ്ങൾ ഈ ഫുട്ബോളിലൊക്കെ കേട്ടിട്ടില്ലേ? ഒരാളെ സബ്സ്റ്റിറ്റ്യൂഷൻ, അടുത്ത ആളിറങ്ങി, അങ്ങനെ കേട്ടിട്ടില്ലേ? സോ സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരാളെ ഇറക്കിയിട്ട് വേറൊരാൾ കയറുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. So this reaction is called substitution reaction. What happens when I add, this is hydrocarbon, when I add chlorine, cl2 to this, what happens? Yes,
ക്ലോറിൻ ആഡ്, ഈ ഹൈഡ്രോ കാർബണിലോട്ട് ക്ലോറിൻ ആഡ് ചെയ്തു, എന്ത് സംഭവിക്കും? ഇതിലൊരു എച്ചിനെ ഇറക്കിയിട്ട് 2 ക്ലോറിൻ ഉണ്ട്, അതിലൊരു ക്ലോറിൻ കയറിയിരിക്കും. ബാക്കി ആരൊക്കെയാണ് ഉള്ളത്? ഒരു ഹൈഡ്രജൻ ഇറക്കി, ആ ഹൈഡ്രജനും പിന്നെ ഇതിലൊരു ക്ലോറിനും കൂടി ബാക്കിയുണ്ട്. അവർ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് എന്താവും? HCl ആവും. HCl ബാക്കി ഉണ്ടാവും. സോ വി വിൽ ഗെറ്റ് ദിസ് കോമ്പൗണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനിയും ആഡ് ചെയ്യാൻ പറ്റില്ലേ? യെസ്. ഓൺ ആഡിങ് Cl2 വാട്ട് വിൽ ഗെറ്റ്? യെസ്, ഒരു ഹൈഡ്രജനെയും കൂടി നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എന്തുണ്ടാവും? Cl we will get 2 ഹൈഡ്രജനെ മാറ്റി 2 ക്ലോറിൻ ആയിപ്പോൾ. അഗെയിൻ ഇവിടുന്ന് ഇറക്കിയ ഹൈഡ്രജനും നമ്മൾ ഈ ആഡ് ചെയ്തതിലെ ഒരു ക്ലോറിനും കൂടി ബാക്കി ഉണ്ടാവും. സോ HCl ഈസ് ദെയർ ആസ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് HCl കൂടി ഉണ്ടാവും. ഇങ്ങനെ ഒരു ക്ലോറിനും കൂടി ഒരു ഹൈഡ്രജനും കൂടി മാറ്റി. ഇങ്ങനെ എത്ര തവണ നമുക്ക് ഈ ഹൈഡ്രോ കാർബണിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം? യെസ്, എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നടത്താം. അപ്പോൾ എത്ര നടത്താം? ടോട്ടൽ 1 2 3 4 5 6 6 പ്രാവശ്യം ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അതിന് കൂടുതൽ പറ്റുമോ? പിന്നെ പറ്റുമോ? ഇല്ല. ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് പോസിബിൾ. സപ്പോസ് ഇതാണ് കോമ്പൗണ്ട് മീത്തൈൻ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലോറിൻ ആഡ് ചെയ്തു. വാട്ട് ഹാപ്പൻസ്? യെസ്, 1 hydrogen is replaced by 1 chlorine and the byproduct will be HCl. ഇവിടുന്ന് ഇറക്കിയ എച്ചും ഇതിലൊരു ബാക്കിയുള്ള ക്ലോറിനും കൂടി ചേർന്നിട്ടാണ് ഈ ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. സോ ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ. ഇവിടെ ഈ മീഥൈനിൽ എത്ര പ്രാവശ്യം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം? യെസ്, 1 2 3 4 4 പ്രാവശ്യം നടത്താം. ഇതിൽ 6 പ്രാവശ്യം നടത്താൻ സാധിച്ചു, ഇതിൽ 4. So it will depend upon the hydrogen atom. So generally സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് അല്ലെങ്കിൽ ആൽക്കെയിൻസ് അണ്ടർഗോ ചെയ്യുന്ന റിയാക്ഷൻ ആണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എല്ലാ കോമ്പൗണ്ട്സും റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും. നമ്മൾ ഏത് സാധനം ഉപയോഗിച്ചാലും അവിടെ റിയാക്ഷൻ നടക്കും. ഇപ്പോൾ ഹൈഡ്രോകാർബൺസ് കത്തിച്ചു, അവിടെ റിയാക്ഷൻ നടക്കണില്ലേ? സോ ഹൈഡ്രോകാർബൺസിൽ ആൽക്കെയിൻ അണ്ടർഗോ ചെയ്യുന്ന മെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. So, if ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൻ്റെ പകരം അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒന്ന് എടുക്കുകയാണ്, ആൽക്കീൻ എടുക്കാം നമുക്ക്. ദിസ് ഈസ് ഈത്തീൻ ആണിത് അല്ലേ? സോറി, ഈത്തീൻ. ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമോ? യെസ്, വി ക്യാൻ ആഡ് 1 more. ഇപ്പം ഞാൻ ഈ കാർബണിലോട്ട് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഒരു ബോണ്ട് നമുക്ക് മാറ്റണം അല്ലേ? ആൻഡ് ഓൾസോ വി ഷുഡ് ആഡ് 1 more hydrogen to here also. What happens? Yes, 1 2 3 4 1 2 3 4 4 valency fill ആയി. Okay, so we can add to the unsaturated compounds. addition ഏതിൽ പറ്റും? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഞാൻ H2 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്താ കോമ്പൗണ്ട് ഉണ്ടാവുക? യെസ്, കോമ്പൗണ്ട് വിൽ ബി the unsaturated compound changes to saturated compound. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഈ കോമ്പൗണ്ടിക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്തപ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് വന്നു. ഇതിലോട്ട് ഇനി ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് സാച്ചുറേറ്റഡ് ആയി മാറി. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ആൽക്കൈനാണ്, സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു പ്രാവശ്യം ആഡ് ചെയ്യാൻ സാധിച്ചു. സോ ഇറ്റ് അണ്ടർഗോ അഡീഷൻ റിയാക്ഷൻ. സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് അഡീഷൻ റിയാക്ഷൻ. സോ അഡീഷൻ റിയാക്ഷൻ ആരാ അണ്ടർഗോ ചെയ്യണത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ഈ അഡീഷൻ നടക്കുന്നത് എന്തിൻ്റെ പ്രസൻസിലാണ്? കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ്. കാറ്റലിസ്റ്റ് ലൈക്ക് നിക്കൽ കാറ്റലിസ്റ്റ്,
in the presence of catalysts such as palladium or nickel to give saturated hydrocarbons. Catalyst എന്താണ് catalyst? Catalyst എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ്, അത് നമ്മൾ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാനുള്ള സബ്സ്റ്റൻസ് ആണ്. എന്ത് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് കാറ്റലിസ്റ്റ്. നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ നടക്കാം, അതിൽ ഈ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ ആ റിയാക്ഷൻ്റെ സ്പീഡ് റേറ്റ് പെട്ടെന്ന് കൂടും. പക്ഷേ എന്തും കൂടി ഉണ്ട്, ഈ കാറ്റലിസ്റ്റിന് ഒന്നും സംഭവിക്കില്ല നമ്മൾ ആ റിയാക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ. അത് സ്വയം ഒരു കെമിക്കൽ ചേഞ്ചും ഉണ്ടാവാതെ ആ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടും. അതിനാണ് നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുക. ഓക്കെ, സോ this reaction is commonly used in the hydrogenation of vegetable oil using nickel catalyst. Addition reaction നമ്മൾ generally യൂസ് ചെയ്യുന്നത് hydrogenation of vegetable oil. വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. അതിനെ ഹൈഡ്രോജനേഷൻ നടത്തിയാണ്ട് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആക്കും. വെജിറ്റബിൾസ് ഓയിൽ ആർ ജനറലി ഹാവ് ലോങ് അൺസാച്ചുറേറ്റഡ് കാർബൺ ചെയിൻസ് വൈൽ ആനിമൽ ഫാറ്റ് ഹാവ് സാച്ചുറേറ്റഡ് കാർബൺ ചെയിൻ. വെജിറ്റബിൾ ഓയിലിന് അൺസാച്ചുറേറ്റഡ് കാർബൺ ചെയിനാണ് ഉള്ളത്, എന്നാൽ ആനിമൽ ഫാറ്റിന് എന്താ ഉള്ളത്, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. നമുക്ക് കഴിക്കാൻ ഏറ്റവും ഉത്തമം ഈ വെജിറ്റബിൾസ് ഓയിലാണ്. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ഉള്ളതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വിച്ച് ആർ സെഡ് ടു ബി ഹാംഫുൾ ഫോർ ഹെൽത്ത്. ആനിമൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ആണ്, അത് ഹാംഫുൾ ആണ്, നമ്മുടെ ഹെൽത്തിന് ഹാംഫുൾ ആണ്. ഓക്കെ, സോ ഓയിൽ കണ്ടെയ്നിങ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഷുഡ് ബി ചൂസൺ ഫോർ കുക്കിങ്ങിന് എന്ത് ഉപയോഗിക്കണം, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ഉപയോഗിക്കണം. ഓക്കെ, സോ ഇതിൽ ഒരു പ്രാവശ്യം നമുക്ക് ആഡ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് ഈത്തൈൻ ആണെങ്കിൽ ഇതിൽ നമുക്ക് എന്താ, ഒരു പ്രാവശ്യം ഹൈഡ്രജൻ ആഡ് ചെയ്തു, എന്താ സംഭവിക്കുക, ഏത് കോമ്പൗണ്ടാണ് കിട്ടുക, യെസ് H2 ആഡ് ചെയ്താൽ ഈ കാർബണിൽ 2 ഹൈഡ്രജൻ ആവും. ബാലൻസ് ഫുള്ളായോ, 1 2 3 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ഡബിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ടിലോട്ട് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ, ഒരു ആറ്റം ആഡ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് കിട്ടും, ഡബിൾ ബോണ്ടിലൊരു കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റില്ലേ, യെസ്, അഗെയിൻ ആഡിങ് ഹൈഡ്രജൻ വി വിൽ ഗെറ്റ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതിൽ 2 പ്രാവശ്യം അഡീഷൻ നടത്താം, ഡബിൾ ബോണ്ട് ഉള്ളതിൽ 1 പ്രാവശ്യം അഡീഷൻ നടത്താൻ പറ്റുള്ളൂ. 1 പ്രാവശ്യം അഡീഷൻ നടത്തുമ്പോൾ തന്നെ അത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആവും. ഇതിൽ 1 പ്രാവശ്യം അഡീഷൻ നടത്തുമ്പോൾ ഡബിൾ ബോണ്ട് ആവും, വീണ്ടും അഡീഷൻ നടത്തുമ്പോഴാണ് സിംഗിൾ ബോണ്ട് ആവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ ഏതിലാണ് നടക്കുക, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ഓക്കെ, ദീസ് ആർ ദ 2 മെയിൻ റിയാക്ഷൻസ് ഓഫ് hydrocarbons. Then combustion is that എന്താണ്, ബേണിങ്. നമ്മൾ ഹൈഡ്രോകാർബൺസ് ജനറലി കമ്പസ്റ്റൻ ചെയ്യും. കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്സിജൻ വഴി കത്തിക്കുക. നമ്മൾ എന്ത് കത്തിക്കുകയാണെങ്കിൽ അവിടെ ഓക്സിജനേറ്റുള്ള റിയാക്ഷൻ എന്നാണ് പറയുക. സോ എവറി കാർബൺ കോമ്പൗണ്ട്സ് റിലീസ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഓൺ ബേണിങ്. നമ്മളൊരു കാർബൺ കോമ്പൗണ്ട് ബേൺ ചെയ്താൽ എപ്പോഴും ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റും ലൈറ്റും അത് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇറ്റ് വിൽ ബേൺ ഇൻ ഓക്സിജൻ ടു ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ് അലോങ് വിത്ത് റിലീസ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. എന്തുണ്ടാവും, ഒരു ഹൈഡ്രോ കാർബൺ എപ്പോഴും കത്തിയാൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓൾസോ അലോങ് വിത്ത് ഹീറ്റ് ആൻഡ് ലൈറ്റ്. സപ്പോസ് CH4 ഇത് കത്തിക്കുക എന്ന് പറയുന്നത് എന്താണ്, ആഡിങ് ഓക്സിജൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓൺ ബേണിംഗ് the product, one product will be always carbon dioxide. Carbon dioxide will form along with the heat and light. Okay, and also here it forms water also. If it is carbon, verum carbon aanu kattikkunnadengil endundavum, CO2 plus heat. If there is hydrogen in carbon compounds, we will get water also, H2O plus heat. Whatever the hydrocarbon, the product will be carbon dioxide and water. Okay, hydrocarbon കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആഡ് ചെയ്യുക. ഏത് ഹൈഡ്രോകാർബണിൻ്റെ കൂടെയും ഓക്സിജൻ ആഡ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് ലഭിക്കുക. ദെൻ ഇഫ് ദ കോമ്പൗണ്ട് ഈസ്
CH3 CH2 OH, adding O2, burning on burning means O2, adding O2 we get CO2 plus H2O plus heat and also light. Here also heat and light. So whatever the hydrocarbon is on burning, the product will be carbon dioxide and H2O plus heat and light. Okay, when the carbon is heated, carbon dioxide is formed and not water. So generally when hydrocarbon is burned, what will be the product? Yes, carbon dioxide and water. Okay, and the difference, then what will be the difference? Hydrocarbons നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്, പക്ഷേ പ്രൊഡക്റ്റ് സെയിം ആണ്. Then what will be the difference between these two? Yes, the number of carbon dioxide and H2O will be different for different hydrocarbons. If we take CH4, what will be the number of CO2 and H2O? Let's balance the equation, then we will get the number of carbon dioxide and water. You have already studied in the first chapter the balancing of equation. So let's balance this equation. Balancing എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആരോ മാർക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള എലമെൻസിൻ്റെ ആറ്റംസിൻ്റെ എണ്ണം സെയിം ആക്കുക. സോ ലെറ്റ്സ് ഫസ്റ്റ് ബാലൻസ് കാർബൺ. ഈ ആരോൻ്റെ ഇപ്പുറത്ത് എത്ര കാർബൺ ഉണ്ട്? ഓൺലി 1 carbon. ഹിയർ അപ്പുറത്ത് yes, there is also 1 carbon. So number of carbon is balanced. Then next H. Here it is 4 hydrogen atom. Is it totally 4 ഉണ്ട്? ഇവിടെയോ 1 2 രണ്ടുള്ളൂ ഇവിടെ 4 ഉണ്ട്. So we want to balance it. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് 4 ഇത് 2 ആണ്. അപ്പോൾ ഇവിടെ 4 ആക്കിയാൽ പോരെ. So we can balance. എങ്ങനെയാണ് 4 ആക്കുക? ഇവിടെ 4 ആക്കി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കോമ്പൗണ്ടേ മാറി. H4O എന്ന് പറഞ്ഞാൽ വേറൊരു കോമ്പൗണ്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ വിൽ ഗിവ് 2 ഹിയർ. സോ നമ്പർ ഓഫ് H വിൽ ബി 4. അപ്പോൾ H ബാലൻസ്ഡ് ആയി. ദെൻ നെക്സ്റ്റ് O2. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇവിടെയോ? ഇവിടെ 2 പ്ലസ് ഇവിടെ എത്ര ഉണ്ട്? ഈ 2 ഇതിനും ബാധകമാണ് അല്ലേ? അപ്പോൾ ഹിയർ 2. സോ ഇവിടെ 4ഉം ഇവിടെ 2 ആണ്. അപ്പോൾ നമുക്ക് ബാലൻസ്ഡ് ആകും. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ 4 ആക്കിയാൽ പോരെ. എന്ത് ചെയ്യും? നമ്മളിവിടെ ഒരു 2 ഇട്ട് കൊടുക്കും. അപ്പോൾ ഓക്സിജൻ്റെ എണ്ണവും ബാലൻസ്ഡ് ആയി. സോ ദിസ് ഇക്വേഷൻ ഈസ് സെറ്റ് ടു ബി ബാലൻസ്ഡ്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു CH4 മോളിക്യൂൾ ബേൺ ചെയ്യണമെങ്കിൽ 2 O2 മോളിക്യൂളും വേണം. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഒരു കാർബൺ ഡൈ ഓക്സൈഡും 2 H2O മോളിക്യൂൾ. ഇതുപോലെ ഓരോന്നിനും നമുക്ക് ബാലൻസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് combustion. What is combustion reaction? Combustion is burning of hydrocarbon, okay, in the presence of oxygen. Then next, oxidation reaction. What is oxidation? Oxidation എന്ന് പറഞ്ഞാൽ എന്താണ്? Adding of oxygen. അപ്പോൾ കമ്പസ്റ്റൻ എന്ന് പറയുന്നത് ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ അല്ലേ? അതെ, കമ്പസ്റ്റൻ എന്നാൽ ബേണിങ്, അവിടെ എന്താണ്? ഓക്സിജൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കമ്പസ്റ്റൻ എന്ന് പറയുന്നത് ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. സോ ഓക്സിഡേഷൻ റിയാക്ഷൻ ഈസ് ആഡിങ് ഓഫ് oxygen. Here in addition to this complete oxidation, we have reaction in which alcohols are converted to carboxylic acid. Burning മാത്രമല്ല ഓക്സിഡേഷൻ റിയാക്ഷൻ, വേറെ റിയാക്ഷൻസും ഉണ്ട്. എന്ത് ചെയ്യുക? ഓക്സിജൻ ആഡ് ചെയ്യുന്ന വേറെ റിയാക്ഷൻസും ഉണ്ട്. ഇവിടെ ബേൺ ചെയ്യുമ്പോഴാണ് അവിടെ ഓക്സിജൻ ആഡ് ആവുന്നത്. അറ്റ്മോസ്ഫിയറിൽ ഓൾറെഡി ഓക്സിജൻ ഉണ്ട്. സോ ഹിയർ ഈസ് എൻ എക്സാമ്പിൾ ഗിവൺ. Alcohol can be converted to carboxylic acid on oxidation വഴി ആൽക്കഹോൾ നമുക്ക് കാർബോക്സിലിക് ആസിഡ് ആക്കാം. ഇവിടെ ആരാ ഓക്സിജൻ നൽകുന്നത്? യെസ്, ആ ടേബിൾ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്സ് പേജ് നമ്പർ 71 ടോപ്പിലൊരു റിയാക്ഷൻ ഉണ്ട്. എന്താണ്? അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ആൽക്കലൈൻ KMnO4, ആരോടെ മുകളിൽ ആൽക്കലൈൻ KMnO4 ഓർ അസിഡിക് K2Cr2O7. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. എന്തിനാണിത്? പ്ലസ് ഹീറ്റ്, ഓൾസോ ഹീറ്റ് ചെയ്യുക.
ഇവിടെ ഓക്സിജൻ കൊടുക്കുന്നത് ആരാണ്? ഇതിൽ രണ്ടിലും ഓക്സിജൻ ഇല്ലേ? യെസ്, KMnO4ൽ 4 ഓക്സിജൻ ഉണ്ട്, K2Cr2 O7 7 ഓക്സിജൻ. ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഓക്സിജൻ കൊടുക്കുന്നത് ഈ കോമ്പൗണ്ട്സ് ആണ്. ഇങ്ങനെ ഓക്സിജൻ കൊടുക്കുന്ന കോമ്പൗണ്ട്സിന് പറയുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. വാട്ട് ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? ഓക്സിഡേഷനിൽ ഓക്സിജൻ കൊടുക്കുന്ന കോമ്പൗണ്ട്സ് ആണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. സോ ദിസ് ഈസ് ഓക്സിഡേഷൻ. Reaction is called oxidation reaction. So hydrocarbon also, hydrocarbons undergo oxidation reaction also. These are the main 4 reactions of hydrocarbons. Substitution reaction, it happens in saturated compounds. Addition reaction will happens in unsaturated compounds in the presence of catalyst, and also substitution reaction take place in the presence of sunlight. And combustion is the burning of hydrocarbons. The product will always be carbon dioxide and water. Then oxidation, addition of oxygen. These are the main reactions of hydrocarbons. Then the remaining portion, some important carbon compounds, ethanol and ethanoic acid. So you just read it, that portion, you just go through it, okay? Don't forget to read that. Hope that you understood today's class. Okay, let's wind up today's class. Let's meet in another class. Till then, bye.